നമ്മൾ പ്ലെയിനിൽ XY പ്ലെയിനിൽ ഇൻറ്റീരിയർ പോയിൻ്റ്, ബൗണ്ടറി പോയിൻ്റ്, ഓപ്പൺ ക്ലോസ്ഡ് ഇതൊക്കെ നമ്മൾ ഡിസ്കിൻ്റെ ടേംസിലായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഇൻറ്റീരിയർ പോയിൻ്റ്, ഒരു പോയിൻ്റ് ഇൻറ്റീരിയർ പോയിൻ്റ്, റീജിയനിലെ ഒരു പോയിൻ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെങ്കിൽ ആ പോയിൻ്റ് സെൻറ്റർ ആക്കിയുള്ള ഒരു ഡിസ്ക് ആ റീജിയനിൽ കണ്ടെയ്ൻഡ് ആവണം എന്നാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ R3 വരുമ്പോൾ, ഇത് R ക്രോസ് Rൽ ഇവിടുത്തെ 3 ഡയമെൻഷണൽ സ്പേസാണ്. അപ്പോൾ ഈ സ്പേസിൽ വരുമ്പോൾ ഒരു റീജിയനിലെ ഒരു പോയിൻ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് ആവണമെങ്കിൽ ആ പോയിൻ്റ് സെൻറ്റർ ആയിട്ടുള്ള ഒരു ഓപ്പൺ ബോൾ എവിടെ വേണം, ഒരു ബോൾ ആ റീജിയനിൽ കണ്ടെയ്ൻഡ് ആവണം. നമ്മൾ ഡെഫിനിഷൻ എഴുതാം. പിന്നെ R ക്രോസ് Rൽ ഇൻറ്റീരിയർ പോയിൻ്റ് എന്താണെന്ന് നോക്കാം. ഇൻറ്റീരിയർ പോയിൻ്റ് അതിൻ്റെ ഡെഫിനിഷൻ, എ പോയിൻ്റ് x0, y0, z0 in a region D in space is an interior point if interior point of D if it is the center of a ball that lies entirely in D. നമ്മൾ പ്ലെയിനിൽ കണ്ടതുപോലെ തന്നെ ഒരു പോയിൻ്റ് അവിടെ 2 ഡയമെൻഷനിലായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഡിസ്ക് ആയിരുന്നു എടുത്തത്. ഇവിടെ 3 ഡയമെൻഷനിലായി. അപ്പം നമ്മൾ ഡിസ്ക് മാറി ഇവിടെ ബോളായി. അത്രയും വ്യത്യാസമുള്ളൂ. അപ്പം x0, y0, z0 എന്ന് പറയുന്ന ഒരു പോയിൻ്റ് റീജിയനിൽ, ഇത് XY പ്ലെയിൻ, ഇത് XY പ്ലെയിനാണ്, XY Z. അപ്പം ഇത് X ആക്സിസ്, Y ആക്സിസ്, Z ആക്സിസ്. ഓക്കെ, ഇതിനകത്ത് ഒരു റീജിയൻ, അതായത് ഇങ്ങനെ ഒരു റീജിയൻ വരച്ചാൽ അത് സോളിഡാണ്. ഇതിനകത്തുള്ള റീജിയൻ പോർഷൻസ് ഇങ്ങനെ ബോൾ പോലെ അല്ല, അകംഭാഗവും ഉണ്ട്. സ്പേസിലൊരു ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ഇൻസൈഡും ഉണ്ട്. ഓക്കെ, ഡിസ്ക് നമ്മൾ XY പ്ലെയിനിൽ കാണുന്നത് ജസ്റ്റ് ഇങ്ങനെ ഒരു പേപ്പർ പോലെ, അപ്പോൾ അത്രയും പോർഷൻസ് ഉള്ളായിരുന്നു. ഇവിടെ വരുമ്പോൾ നമുക്കതൊരു സോളിഡ് സാധനമാണ്, നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്ന പോലെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു റീജിയൻ, ആ റീജിയനിലെ ഒരു പോയിൻ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് ആണെന്ന് പറയണമെങ്കിൽ ആ പോയിൻ്റ് അകത്തുള്ള ഒരു പോയിൻ്റ്, ഈ റീജിയനിലെ ഒരു പോയിൻ്റ് ഇൻറ്റീരിയർ പോയിൻ്റ് ആണെങ്കിൽ അതിനെ ചുറ്റുമുള്ള ഒരു ബോൾ തന്നെ, ഇത് തന്നെ ഒരു ബോൾ, ഇൻറ്റീരിയർ ഒരു ബോൾ പോലെയാണ് ഇരിക്കുന്നത് റീജിയനിന്. അതിനകത്തൊരു പോയിൻറ്റിൻ്റെ സെൻറ്റർ ആക്കിയുള്ള ഒരു ബോൾ അതിനകത്തുണ്ടാവുന്നത് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് അതിൻ്റെ ഇൻസൈഡുള്ള ഈ ഒരു ബോളിൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റ് എടുത്താൽ നമുക്കതിനെ ഒരു ബോളിനകത്താക്കാൻ പറ്റും. പക്ഷേ ആ ബോളിൻ്റെ ഔട്ടർ സർഫസിലെ ഒരു പോയിൻ്റ് എടുത്താൽ, ഇപ്പോൾ ഈ ബോളിൻ്റെ ഔട്ടർ സർഫസിലെ ഒരു പോയിൻ്റ് എടുത്താൽ നമുക്ക് എന്ത് പറ്റില്ല, അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബോൾ എടുത്താൽ നമുക്ക് അതിനകത്ത് പകുതി പോർഷൻ ആ ബോളിൻ്റെ ഇൻസൈഡ് ബോളും ബാക്കി പോർഷൻ ഔട്ട് സൈഡായിരിക്കും വരുന്നത്. അത് ആ റീജിയനിൽ ഇല്ലാതെ പോകും. അല്ലേ, മനസ്സിലായോ എന്ന് എനിക്കറിയില്ല, ഒന്നുകൂടെ പറയാം. ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് നമ്മുടെ D എന്ന് വരയ്ക്കുക. ഇതൊരു സോളിഡ് ആയിട്ടുള്ള ഒരു റീജിയനാണ് നമ്മുടെ D എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ Dയിലെ ഒരു പോയിൻ്റ്, അതിൻ്റെ ഔട്ടർ സർഫസിലെ ഒരു പോയിൻ്റ് എടുത്താൽ നമ്മളതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ബോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ബോളിൻ്റെ കുറച്ച് പോർഷൻസേ നമ്മുടെ എന്താവുള്ളൂ, റീജിയൻ്റെ ഇൻസൈഡായിട്ട് വരുള്ളൂ. ബാക്കി പോർഷൻ നമ്മുടെ റീജിയൻ്റെ ഔട്ട് സൈഡായി പോകും. സോ അപ്പോൾ ഈ പോയിൻ്റ് എന്താവില്ല, ഇൻറ്റീരിയർ പോയിൻ്റ് ആവില്ല. അതേസമയം നമ്മൾ ആ സോളിഡായിട്ടുള്ള ആ റീജിയൻ്റെ ഇൻസൈഡുള്ള ഒരു പോയിൻ്റ്, അകത്തുള്ളൊരു പോയിൻ്റ് എടുത്തു. അകത്തുള്ളൊരു പോയിൻ്റ് എടുത്ത് നമുക്ക് അതിനകത്ത് അതിനെ സെൻറ്ററാക്കി ഒരു ബോൾ എടുക്കാൻ പറ്റും. കാരണം അത് ആ റീജിയൻ്റെ അകത്ത് തന്നെ കിടക്കുന്ന ഒരു ബോൾ എടുക്കാൻ പറ്റും. സോ നമുക്ക് ഇങ്ങനെ ഒരു റീജിയൻ തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പോയിൻറ്റ്സൊക്കെ എന്താവും, ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആകും. എന്നാൽ അതിൻ്റെ ഔട്ടർ സർഫസിലുള്ള പോയിൻറ്റ്സ് ഒന്നും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് അല്ല, അതൊക്കെ ബൗണ്ടറി പോയിൻറ്റ്സ് ആയിരിക്കും. കാരണം അത് ബൗണ്ടറി പോയിൻറ്റ്സിൻ്റെ ഡെഫിനിഷൻ പറയാം. ബൗണ്ടറി പോയിൻറ്റിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, മുമ്പേ നമ്മൾ കണ്ടതുപോലെ ഒരു പോയിൻ്റ് ബൗണ്ടറി പോയിൻ്റ് ആവണമെങ്കിൽ അതിനെ കണ്ടെയ്ൻ ചെയ്യുന്ന ഏത്
ബോൾ എടുത്താലും അതിനകത്ത് റീജിയനിലെ പോയിൻറ്റും വേണം, റീജിയൻ്റെ പുറത്തുള്ള പോയിൻറ്റ്സും വേണം. ആ ഡെഫിനിഷൻ തന്നെയാണ് ഇവിടെ. ഇപ്പോൾ ഈ ഔട്ടർ സർഫസിലെ ഏതെങ്കിലും ഒരു പോയിൻ്റ് എടുത്താലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, അതിനെ കണ്ട് ചെയ്യുന്ന ഒരു ബോൾ എടുക്കുമ്പോൾ ഏത് ബോൾ എടുത്താലും എന്ത് പറ്റും, അതിനകത്ത് അതിൻ്റെ ആ ബോളിനകത്ത് ആ പോയിൻ്റ് സെൻറ്ററാക്കിയുള്ള ഒരു ബോൾ എടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് റീജിയനിലെ പോയിൻറ്റും റീജിയൻ്റെ പുറത്തുള്ള പോയിൻറ്റ്സും കിട്ടും. അതുകൊണ്ട് ഔട്ടർ സർഫസിലെ പോയിൻറ്റ്സൊക്കെ ഇവിടെ ബൗണ്ടറി പോയിൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ഓപ്പണാന്ന് പറയണമെങ്കിൽ എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണ്. ആ റീജിയനിലെ എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണെങ്കിൽ ആ റീജിയൻ ഓപ്പൺ ആവും. അതുപോലെ എല്ലാ ബൗണ്ടറി പോയിൻറ്റ്സും ഉള്ള റീജിയൻ ആണെങ്കിൽ ആ റീജിയൻ ക്ലോസ്ഡ് ആവും. അതൊക്കെ നേരത്തെ കണ്ട അതേ സെയിം ഡെഫിനിഷൻ. ഞാൻ ഡെഫിനിഷൻ എഴുതാം. നമ്മൾ ഇതൊന്ന് നോക്കാം. Interior point definition. The x0, y0 a point x0, y0 z0 in a region D in a space is an interior point of D if it is the center of a ball that lies entirely in D. മനസ്സിലായി? ഈ ഒരു റീജിയൻ ഡി ഉണ്ട്. ഇതാണ് ഞാൻ വരച്ച റീജിയൻ ഡി. അതിൻ്റെ ഔട്ടർ സർഫസ് കൊണ്ട് കൂട്ടിയുള്ളതാണ് ഞാൻ വരച്ചിരിക്കുന്ന റീജിയൻ. അതിലാണ് ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഔട്ടർ സർഫസ് ഉൾപ്പെടെയുള്ള ഒരു റീജിയൻ. അതായത് നിങ്ങൾ വേണമെങ്കിൽ ഒരു ബോൾ എടുത്താൽ മതി, നിങ്ങളൊരു ബോൾ സങ്കല്പിച്ചാൽ മതി. അപ്പോൾ ആ ബോളിൻ്റെ അകത്തുള്ള പോർഷൻസും പുറത്ത് ആ ബോളും ഉൾപ്പെടെയുള്ളതാണ് എൻ്റെ റീജിയൻ എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ബോളിൻ്റെ അകത്തുള്ള ഒരു പോയിൻ്റ് എടുത്താൽ എന്താവും, അതിനെ സെൻറ്ററാക്കി ഒരു ചെറിയ ബോൾ നമുക്ക് ആ ബോളിന് ഇൻസൈഡ് തന്നെ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അപ്പോൾ അകത്തുള്ള പോയിൻറ്റ്സൊക്കെ അവിടെ ഇൻറ്റീരിയർ പോയിൻറ്റ്സാണ്. അതേസമയം ആ ബോളിൻ്റെ സർഫസിൽ ഒരു പോയിൻ്റ് എടുക്കുക. ആ പോയിൻറ്റിലെ അതിൻ്റെ ഔട്ടർ സർഫസിൽ ഒരു പോയിൻ്റ് എടുത്താൽ ആ പോയിൻ്റ് സെൻറ്ററാക്കി നമ്മളൊരു ബോൾ കൺസിഡർ ചെയ്താൽ അതിനകത്ത് പകുതി പോർഷൻ ആ ബോളിൻ്റെ ഇൻസൈഡിലോട്ട് പോകുള്ളൂ, ബാക്കി പോർഷൻസ് ആ ബോളിൻ്റെ ഔട്ട് സൈഡായിരിക്കും. ഓക്കെ, ആ റീജിയൻ്റെ ഔട്ട് സൈഡ്. അപ്പോൾ ആ പോയിൻ്റ് എന്താവില്ല, ഇൻറ്റീരിയർ പോയിൻ്റ് ആവില്ല. അതേസമയം നമ്മൾ ആ സർഫസിലെ പോയിൻറ്റിൻ്റെ സെൻറ്ററാക്കിയുള്ള ഏത് ബോൾ എടുത്താലും പകുതി പോയിൻറ്റ്സ് ഇൻറ്റീരിയറും ഇൻസൈഡും പകുതി പോയിൻറ്റ്സ് ഔട്ട് സൈഡും ആയിരിക്കും. സോ ആ പോയിൻ്റ് ഒരു ബൗണ്ടറി പോയിൻ്റ് ആയിരിക്കും. ഡെഫിനിഷൻ 2-3 വട്ടം വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്ന കാര്യമുള്ളൂ. അതുപോലെ ബൗണ്ടറി പോയിൻ്റിൻ്റെ ഡെഫിനിഷൻ എഴുതാം. എ പോയിൻ്റ് x0, y0, z0 ഈസ് എ ബൗണ്ടറി പോയിൻ്റ്. Is a boundary point of D if every sphere centered at x0, y0, z0 encloses points that lie outside D as well as inside D, as well as points that lie inside D. അതായത് ഇപ്പോൾ പറഞ്ഞ അത്രയും കാര്യം തന്നെ. ഇതിനകത്ത് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ മതി. ഓക്കെ, ദ ഇൻറ്റീരിയർ ഓഫ് D. The interior of D is the എന്താണ് ഇൻറ്റീരിയർ? മുമ്പ് പറഞ്ഞ നമ്മൾ 2 ഡയമെൻഷണൽ സ്പേസിൽ കണ്ടത് തന്നെ. 2 ഡയമെൻഷണൽ പ്ലെയിനിൽ നമ്മൾ കണ്ട XY പ്ലെയിനിൽ നമ്മൾ കണ്ടിരുന്നു. ഇൻറ്റീരിയർ ഓഫ് എ റീജിയൻ എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റീരിയർ പോയിൻറ്റ്സിനാണ് ഇൻറ്റീരിയർ എന്ന് വിളിക്കുന്നത്. അതുപോലെ സെറ്റ് ഓഫ് ഓൾ ബൗണ്ടറി പോയിൻറ്റ്സിനാണ് ബൗണ്ടറി ഓഫ് ദ റീജിയൻ എന്ന് പറയുന്നത്. ഇൻറ്റീരിയർ ഓഫ് D ഈസ് ദ സെറ്റ് of interior points of D. അതേപോലെ the boundary of D is the set of boundary points of D. ഇനി a region is open
ഇത് മുമ്പേ കണ്ട സെയിം ഡെഫിനിഷൻ. എ റീജിയൻ ഡി ഈസ് ഓപ്പൺ if it consists entirely of interior points. അതായത് എ റീജിയൻ ഓപ്പൺ ആവണമെങ്കിൽ അതിനകത്തുള്ള എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആവണം. അതേപോലെ എ റീജിയൻ ഈസ് ക്ലോസ്ഡ്, എ റീജിയൻ ഡി ഈസ് ക്ലോസ്ഡ് if it contains its entire boundary. അതിൻ്റെ ബൗണ്ടറി ഫുള്ളായിട്ടും ഉണ്ടെങ്കിൽ ആ റീജിയൻ എന്താണ്, ക്ലോസ്ഡ് ആണെന്ന് പറയും. ഇനി അതിൻ്റെ എല്ലാ പോയിൻറ്റ്സും ഇൻറ്റീരിയർ പോയിൻറ്റ്സ് ആണ് ആ റീജിയൻ ഓപ്പൺ ആണെന്ന് പറയാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കിയാൽ മതി.